ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. അതായത് ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. പലതരം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. അതായത് ബ്ലാക്ക് ബോക്സിൽ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാനുള്ള പലതരം ടെക്നിക്കുകളിൽ രണ്ടാമത്തെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിംഗ് ബഡി എന്ന് പറഞ്ഞ ഈ ചാനൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ്. അതിൽ എന്താണ് ഫസ്റ്റ് മെത്തേഡ് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ നെക്സ്റ്റ് മെത്തേഡിലേക്കാണ് നമ്മൾ പോണേ, ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ഒരു സിസ്റ്റം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് ടെസ്റ്റ് കേസ് എഴുതാം. എക്സോസ്റ്റിവ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റ് കേസ് എഴുതാന്നുള്ള, എല്ലാ ടെസ്റ്റ് കേസ് എഴുതുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ടെസ്റ്റ് കേസ് എഴുതാണ്ട് എല്ലാ ഇൻപുട്ട് വാല്യൂസും കൊടുക്കാതെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പഠിച്ചിട്ട് ചില രീതിയിൽ കൊടുക്കണം. ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങിൽ 3 അല്ലെങ്കിൽ 4-5 പാർട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ഇൻപുട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. അതിൻ്റെ നെക്സ്റ്റ് മെത്തേഡാണ് എന്ത്? ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് തിയറി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഏതൊരു സിസ്റ്റം ആയാലും ഏതൊരു പ്രൊഡക്റ്റ് ആയാലും എന്തൊരു ഇതായാലും അതിൽ എറർ എന്ത് വാല്യൂസ് എറർ കൊടുക്കുമ്പോഴാണ് കൂടുതൽ എറർ വരാൻ ചാൻസ്? എക്സ്ട്രീം വാല്യൂസ്, അതായത് മിനിമം അല്ലെങ്കിൽ എക്സ്ട്രീം മിനിമം അല്ലെങ്കിൽ എക്സ്ട്രീം മാക്സിമം ഏതിൻ്റെയും, അതായത് ബൗണ്ടറി വാല്യൂസ് കൊടുക്കുമ്പോഴാണ് എന്തൊരു സിസ്റ്റത്തിലും അതിൽ ഒരു എറർ, ഒരു ഡിഫോൾട്ട് ഉണ്ടാവാൻ, ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ആ ഒരു തിയറിയിലാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് വർക്ക് ചെയ്യണം. ഇതിൽ പോയിന്റ് എന്താണ്? ഇറ്റ്സ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ദാറ്റ് the input values at the extreme ends of the input domain cause more errors in the system. അതായത് എക്സ്ട്രീം എൻഡ്സിലത്തെ വാല്യൂസ് ആണ് ഒരു സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എറർ ഉണ്ടാക്കുന്നത്. ഇത് എഡ്ജ് എന്നും പറഞ്ഞൂടെ, ഏതൊരു സാധനത്തിൻ്റെ എഡ്ജിൽ അതായത് ബൗണ്ടറീസിലാണ് കൂടുതൽ എറർ വരാൻ സാധ്യത. അപ്പം അടുത്ത പോയിന്റ് എന്താ? മോർ ആപ്ലിക്കേഷൻ എറേഴ്സ് ഒക്കൂസ് അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് ദ ഇൻപുട്ട് ഡൊമൈൻ. അതല്ല സിമ്പിൾ പോയിന്റ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാ? ഐഡൻറ്റിഫൈ ദ എറേഴ്സ് അറ്റ് ദ ബൗണ്ടറി റാദർ ദാൻ ഫൈൻഡിങ് ദോസ് എക്സിസ്റ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഇൻപുട്ട് ഡൊമൈൻ. നമുക്ക് വലിയൊരു സിസ്റ്റമിൻ്റെ ഇൻപുട്ടിൻ്റെ വലിയൊരു പൂൾ ഓഫ് ഇൻപുട്ട് ഉണ്ടെന്ന് വയ്ക്കുക, വലിയൊരു ലാർജ് സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൽ നടുക്കിലുള്ള വാല്യൂസ്, സെൻറ്ററിലുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ എറർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് നോമിനൽ വാല്യൂസ് ആയിരിക്കും, സിമ്പിൾ വാല്യൂസ് ആയിരിക്കും, കോമൺ വാല്യൂസ് ആയിരിക്കും. എക്സ്ട്രീം എൻഡ്സിലേക്ക് പോകുമ്പോൾ അതോ മിനിമമോ മാക്സിമമോ പോകുമ്പോഴായിരിക്കും എന്ത് കൂടുതലും എറർ വരാനുള്ള സാധ്യത. ഓക്കെ, ആ ഒരു തിയറി അനുസരിച്ചാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റും കൂടി പറയാം. ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഇസ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. അതായത് നമ്മൾ പഠിച്ചു ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുഴുവൻ വാല്യൂസ്, ഇൻപുട്ട് വാല്യൂസിനെ ഗ്രൂപ്പുകളാക്കി തിരിക്കണം. അതിൽ നിന്ന് ഓരോ വാല്യൂസും ഇഷ്ടമുള്ള ഏതെങ്കിലും വാല്യൂ എടുക്കാനാണ് എന്താ ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ അതിൻ്റെ ആ പാർട്ടീഷൻ ആക്കണ ഓരോ ബൗണ്ടറീസിൻ്റെയും ലെഫ്റ്റ് സൈഡത്തെയും റൈറ്റ് സൈഡത്തെയും വാല്യൂസ് എടുക്കണം. ബൗണ്ടറീസിൻ്റെ വാല്യൂസ് മാത്രം എടുക്കണം. അതിനാണ് എന്ത് പറയുന്നത്? ബൗണ്ടറി വാല്യൂ അനാലിസിസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതെന്താണ്? അതിൽ ഇൻപുട്ട് വാല്യൂസ് 1 and 1000, 1നും 1 to 1000, 1നും 1000നും ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 1നും 1000നും ഇടയ്ക്കുള്ള വാല്യൂസ്, ഡിജിറ്റ്സ് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് നമ്മളത് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റത്തിനെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ചെയ്യണം. ആദ്യം നമുക്ക് അതിന് 3 തരംതിരിക്കാം. ഇൻവാലിഡ് ഡാറ്റ, വാലിഡ്, വീണ്ടും നെക്സ്റ്റ് ഇൻവാലിഡ് ഇൻപുട്സ്. അപ്പോൾ 1 മുതൽ 1000 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 മുതൽ 1000 വരെ എന്ന് പറയുമ്പോൾ 1 to 1000 അതാണ് വാലിഡ് വാല്യൂസ്. അത് നമുക്കൊരു ഗ്രൂപ്പാക്കാം. ഓക്കെ, ഇതൊരു ഗ്രൂപ്പാണ് 1 മുതൽ 1000 വരെ. പിന്നെന്താണ്? അതിന് ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം.
ഗ്രേറ്റർ ദാൻ 1000 1000 മേലുള്ള വാല്യൂസ് ഒക്കെ കൂടിയിട്ട് വേറെ ഗ്രൂപ്പ്. പിന്നെ എന്താ 1 ആണ് ഈ ഇപ്പോഴത്തെ വാലിഡിൻ്റെ ബൗണ്ടറി. 1 ലെസ് ദാൻ അത് വേറെ ഗ്രൂപ്പ് ആക്കാം. അങ്ങനെ മൊത്തം 3 ഗ്രൂപ്പ് കിട്ടുന്നു. ഇതിൽ ഓരോ വാല്യൂസ് എടുക്കുന്നതാണ് എന്താണ് ഇക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ബൗണ്ടറി വാല്യൂ അനാലിസിസ്, BVA, ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഇതിൽ നമ്മൾ ടെസ്റ്റ് കേസ് ഡിസൈൻ ചെയ്യാൻ, ടെസ്റ്റ് കേസ് എഴുതാൻ ഏതൊക്കെ വാല്യൂസിനാണ് ടെസ്റ്റ് കേസ് എഴുതുക? ഈ ഒരു തിയറി അനുസരിച്ച് ഇതാണ് ബൗണ്ടറി. ഈ ബൗണ്ടറിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എടുക്കും. അപ്പോൾ ഇവിടെ 1 ആണ് ബൗണ്ടറി. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് 0 എടുക്കണു, പിന്നെ 2 എടുക്കണു, പിന്നെ ആ ബൗണ്ടറി വാല്യൂ എടുക്കും. അപ്പോൾ 0, 1, 2 3 വാല്യൂ ഇവിടെ കിട്ടണു. പിന്നെ ഇവിടെ എന്ത് കിട്ടണു? ഇവിടെ 1000 ആണ് ബൗണ്ടറി. അതിനെ ലെഫ്റ്റിൽ ബൗണ്ടറിയുടെ ലെഫ്റ്റ് സൈഡിലെ ഒരെണ്ണം എടുക്കണു, 999. പിന്നെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിലേക്ക് ഒരു വാല്യൂ എടുക്കുന്നു, 1001. 3 വാല്യൂ കിട്ടും, 999, 1000, 1001. ഇത്രയേ ഉള്ളൂ എന്ത്? ബൗണ്ടറി വാല്യൂ അനാലിസിസ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിൽ ഇതിലിപ്പോൾ ഇൻപുട്ട് വാല്യൂസിൽ ഇത് മാത്രമല്ലാതെ വാലിഡ് സെറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ നിന്ന് ഒരു വാല്യൂ കൂടി എടുക്കാം. വേണമെങ്കിൽ ഒരു 500 450 ഒക്കെ എടുക്കാം. അതും കൂടി ചെയ്യുന്നവരുണ്ട്, നിർബന്ധമില്ല. ബേസ് തിയറിയിൽ നമുക്ക് ഇത്ര വാല്യൂസ് ആയാലും മതി. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു വാല്യൂസും കൂടി ആഡ് ചെയ്യാമെന്ന് മാത്രം. അങ്ങനെയാണ് ഇതിൻ്റെ വരണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സിംപ്ലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് എന്ത്? ഈ ഇൻപുട്ട് വാല്യൂ 0, 1, 2, 999, 1000, 1001. ഇതാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസിൻ്റെ ഈ ഒരു റിക്വയർമെൻറ്റ്സിനുള്ള ഇൻപുട്ട് വാല്യൂസ് വരുന്ന വാല്യൂസ്. ഇത് നമുക്ക് ഇൻ്റർവ്യൂവിലൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അവർ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരും. ചിലപ്പോൾ പെർസെൻറ്റേജിൻ്റെ കോളവും ചോദിക്കുക. പെർസെൻറ്റേജിൻ്റെ കോളത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് തരും. പെർസെൻറ്റേജിൻ്റെ കോളം നിങ്ങൾക്കറിയാം, ഏകദേശം ഇതുപോലെ തന്നെ വരും. 0 to 100 അല്ലെങ്കിൽ 1 to 100 ആണ് പെർസെൻറ്റേജ് വരണല്ലോ. അപ്പോൾ അതിൻ്റെ വാലിഡ് ഡാറ്റ ഏതാണ് വരിക? വാലിഡ് ഇൻപുട്ട് സൈഡ് ഗ്രൂപ്പ് 0 മുതൽ 100 ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഓരോ രണ്ട് സൈഡിൽ നിന്നും, രണ്ട് ബൗണ്ടറിയിൽ നിന്നും, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും വാല്യൂസ് പിക്ക് ചെയ്തിട്ട് സെറ്റ് ഉണ്ടാക്കുക. എന്ത്? ബൗണ്ടറി വാല്യൂസ് അനാലിസിസ് ചെയ്യാനുള്ള, ടെസ്റ്റ് കേസ് ചെയ്താലുള്ള ഇൻപുട്ട് ഡാറ്റാസ് ഡിസൈൻ ചെയ്യുക. സ്ഥിര ഇൻ്റർവ്യൂവിനെ റിട്ടേൺ ഇൻ്റർവ്യൂ ആണെങ്കിൽ എന്തായാലും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. താങ്ക്സ് ഫോർ യു വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.